സീറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ശംഷാബാദ് രൂപതയുടെ മെത്രാനായ മാർ റാഫേൽ തട്ടിൽ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. സീറോ മലബാർ സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പായി റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. സഭ ആസ്ഥാനത്ത് നടന്ന സിനഡിൽ രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലാണ് റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ റൗണ്ടിൽ ആർക്കും 3-2 ഭൂരിപക്ഷം കണ്ടെത്താനായില്ല. ഒന്നാം റൗണ്ടിൽ തന്നെ പാലാ രൂപത ബിഷപ്പ് കല്ലറങ്ങാട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി, കല്യാൺ രൂപത ബിഷപ്പ് തോമസ് ഇലവനാൽ എന്നിവർ തങ്ങൾ സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. മെത്രാന്മാരും വിമുഖത അറിയിച്ചതോടെ സമവായ സ്ഥാനാർത്ഥിയായി സിനഡിന്റെ പൂർണ്ണ പിന്തുണ നേടിയാണ് ശംഷാബാദ് മെത്രാനായ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. തന്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ അപ്പം വർദ്ധിപ്പിച്ച കർത്താവിന്റെ ആദ്യത്തെ അടയാളമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സ്ഥാനലബ്ധിക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രതിസന്ധികൾ ചക്രവാളങ്ങളാണെന്നും ഒരു പ്രതിസന്ധിയും അവസാനമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാ പ്രതിസന്ധിയും ചക്രവാളമാണ്, ഒരു സൂര്യോദയമുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പുതിയ ഉദയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നാണ് മനസ്സിലുള്ള സ്വപ്നം. കുർബാന തർക്കത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം ഒന്നിച്ചു പറയുന്നില്ല. എല്ലാവരെയും കേട്ട ശേഷം എങ്ങനെയാണ് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാം എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കീഴടങ്ങല്ലാതെ മറ്റു മാർഗമില്ല. സിനഡ് പിതാക്കന്മാരെ ഈ നിയോഗം എന്നെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്, സിനഡ് പിതാക്കന്മാരെ ദൈവത്തിൻ്റെ നിയോഗം എന്നെ അറിയിക്കുകയാണ്. നമ്മൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപതയാണ് ശംഷാബാദ്. കേരളത്തിന് പുറത്ത് ഇന്ത്യ ഒട്ടാകെ അധികാരാതിർത്തിയുണ്ട് ശംഷാബാദ് രൂപതയ്ക്ക്. തൃശൂർ അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു റാഫേൽ തട്ടിൽ ആദ്യം ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് വത്തിക്കാൻ ശംഷാബാദ് രൂപത പ്രഖ്യാപിച്ചപ്പോൾ സിനഡ് ബിഷപ്പ് തട്ടിലിനെ അവിടേക്ക് നിയോഗിക്കുകയായിരുന്നു. പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണം നാളെ സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിൽ നടക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കൂരിയ ബിഷപ്പും സഭ അഡ്മിനിസ്ട്രേറ്ററുമായ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. റാഫേൽ തട്ടിൽ ചുമതല ഏറ്റതിനു ശേഷം ആദ്യ സിനഡ് സമ്മേളനം നാളെ വൈകിട്ട് നടക്കും. നിർണായക തീരുമാനങ്ങളും സിനഡ് സമ്മേളനം സമാപിക്കുന്ന 13-ന് ഉണ്ടാകും. മേജർ ആർച്ച് ബിഷപ്പിന്റെ പുതിയ രൂപത, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്ക നടപടികൾ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയുടെ തിരഞ്ഞെടുപ്പ്, എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയുടെ നിയമനം എന്നിവയാകും സിനഡിന്റെ മുഖ്യ അജണ്ട. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തത്. ദൈവിക യോഗമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെയെന്നുമാണ് റാഫേൽ തട്ടിലിന്റെ ആദ്യ പ്രതികരണം. ഇതിനു മുൻപ് സീറോ മലബാർ അധ്യക്ഷനായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറയെയും മാർ വർക്കി വേദത്തലിനെയും മാർപ്പാപ്പയാണ് നിയമിച്ചത്. എന്നാൽ മാർ ജോർജ് ആലഞ്ചേരിയെ തിരഞ്ഞെടുത്തത് സിനഡാണ്. ഔസേപ്പ് തെരേസ ദമ്പതികളുടെ മകനായി 1956 ഏപ്രിൽ 21-ന് ജനിച്ച റാഫേൽ തട്ടിൽ 1956 ഏപ്രിൽ 30-ന് തൃശൂരിലാണ് മാമോദിസ മുക്കി ആചാരപ്രകാരം ക്രിസ്ത്യൻ മതത്തിലേക്ക് പ്രവേശിക്കുന്നത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1971 ജൂലൈ 4-ന് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ പ്രവേശനം നേടി. 1980-ൽ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയിൽ നിന്ന് ഫിലോസഫിയിലും വൈദിക ശാസ്ത്രത്തിലും പഠനം പൂർത്തിയാക്കി.